ഹായ് 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 ചെയ്യുമാരെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 5:30, പുലർച്ചെ 5:30ആണ്. 5:30ക്ക് എണീറ്റ് ഓടാൻ പോകുന്നുള്ള പരിപാടി. ഓടാൻ പോകാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രിപ്പുണ്ട്. ഒരാവശ്യമില്ല കേട്ടോ, 5:30 തന്നെയാണ് ശരിക്കും കാണിച്ചു തരികയാണ്. നമുക്ക് ട്രിപ്പുണ്ട്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എയർപോർട്ടിലേക്ക് ഒന്ന് പോകണം. എയർപോർട്ടിൽ പോയിട്ട് നമുക്കൊരാളെ അങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. ഒരു ഗ്ലാസ് കട്ടൻ ചായ, ഈ കട്ടൻ ചായ കുടിച്ചിട്ട് ഇറങ്ങണം. അപ്പോൾ ഒന്ന് വഴി ഉള്ള ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം. നമുക്ക് മഞ്ചേരി വഴിയാണ് ഞാൻ പോകുന്നത്. നമുക്കിവിടെ 2 റൂട്ടാണുള്ളത്. ഒന്ന് അരീക്കോട് വഴിയും പോവാം, മഞ്ചേരി വഴിയും പോവാം. ഞാൻ മഞ്ചേരി വഴിയാണ് പോകുന്നത്. മഞ്ചേരി വഴി പോകുമ്പോൾ അത്ര 40 കിലോമീറ്റർ 41 കിലോമീറ്റർ എന്താണ്. അരീക്കോട് വഴി പോകുമ്പോൾ 47 കിലോമീറ്ററാണ് വരുന്നത്. കുറച്ചൊന്ന് കറങ്ങിപ്പോകണം. അപ്പോൾ അത്ര കിലോമീറ്റർ കൂട്ടുന്ന കിലോമീറ്ററിന് വാടക ആയതുകൊണ്ട് നമുക്ക് കിലോമീറ്റർ എത്രത്തോളം കുറച്ച് പോകാൻ പറ്റും അത്രത്തോളം കുറച്ചിട്ട് വേണം പോവാം. ഈ നേരത്തെ പാടവും പാടക്കരയും ഒക്കെയാണത്. ചെങ്ങൈമാരപ്പോൾ നമ്മളുടെ വണ്ടൂർ ടൗൺ എത്തിയിട്ടുണ്ട്. വണ്ടൂർ ടൗണിൽ നിന്നും 20 കിലോമീറ്റർ മഞ്ചേരിയിലേക്ക്. മഞ്ചേരിയാണ് നമ്മൾ പോകേണ്ടത്. ഈ നേരത്ത് ഓട്ടോകൾ ഉണ്ടാവും കേട്ടോ വണ്ടൂരിൽ. ഈ നേരത്ത് പക്ഷെ ചാർജിന് ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഇപ്പൊ ഉണ്ടാവില്ല, 5 മണി വരെ ഞാൻ തോന്നുന്നുണ്ട് ചാർജിന് മാറ്റം ഉണ്ടാവും. കിലോമീറ്ററിന് 30 രൂപയായിരിക്കും കേട്ടോ. ശരിക്കും പറയുവാണെങ്കിൽ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് തിരുവാലി എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മഞ്ചേരിയാണ്. പക്ഷേങ്കിൽ അവിടെ തിരുവാലി എത്തുന്ന മുമ്പ് ഒരു തോടിന്റെ പാലത്തിന്റെ പണി നടക്കുന്നത് കൊണ്ട് അതുവഴി ഇപ്പൊ പോകാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഞാൻ ഇവിടുന്ന് തന്നെ ലെഫ്റ്റ് എടുക്കുകയാണ്. ഇവിടുന്ന് ഞാൻ ലെഫ്റ്റ് എടുത്തിട്ട് പോകുന്നത് ഇളങ്കൂർ മഞ്ചേരിയാണ്. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഫുള്ളായിട്ട് പൈനാപ്പിൾ കൃഷി ചെയ്തേക്കോട്ടോ. ഈ ഒരു കുന്നത് ചെറിയൊരു കുന്നാണ്. ആ ഒരു കുന്നിൽ നിറയെ പൈനാപ്പിളാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഈ ടൈമിൽ പോകുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താ വെച്ചാല് വണ്ടികൾ വളരെയധികം കുറവാണ്. തിരക്കില്ലാതെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച അവിടെ എത്തേണ്ട സമയത്തിന് മുമ്പ് തന്നെ അവിടെ എത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഇളങ്കൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇളങ്കൂർ ടൗണാണ്. കടകളൊക്കെ തുറക്കാനാവണല്ലോ. കടകളൊന്നും ഉണ്ടാവില്ല. ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. കടകളൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ പ്രധാന ടൗൺ ഒന്നില്ലെങ്കിൽ വണ്ടൂർ അല്ലെങ്കിൽ മഞ്ചേരി. മഞ്ചേരി വന്ന് ചാടിയിട്ടുണ്ട് നമ്മള്. ഇനി ഇവിടുന്ന് മഞ്ചേരിയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി എടുത്ത സമയം നമ്മൾ 6:10 മഞ്ചേരി എത്തണം കേട്ടോ. 6:10 എന്ന് പറയുമ്പോൾ 25 മിനിറ്റ് എടുക്കാം. ഇവിടുന്ന് മലപ്പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ ലെഫ്റ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ മലപ്പുറം പോവാം. നമ്മൾ റൈറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ കൊണ്ടോട്ടിയിലാണ് നമ്മളുടെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ഉള്ളത്. ഞാൻ കരുതിയിരുന്നത് ഈ റോഡിന് തിരക്കുണ്ടാവുന്നതാണ്. പക്ഷേ ഈ റോഡ് വളരെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ മേലേക്ക് കൂടെ ഒക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു കോടം മൂടിയതുപോലെ ഇങ്ങനെ ചെറിയൊരു മഞ്ഞ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മളത് ചെയ്യണം. അതാണ് വെള്ളോമ്പ്ര എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റിക്ക് കയറണം. ലെഫ്റ്റിക്ക് പോയി കഴിഞ്ഞാൽ പാലക്കാടനെ പോകും. വണ്ടികളുണ്ടോ എന്ന് സൂക്ഷ്മതയോടെ നോക്കണം. അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ്. ഇവിടെ റോഡിന് കുറച്ച് വീതി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഉണ്ടാവും. അത് വാഹനങ്ങൾ കൂടുതലായിട്ട് പോകുന്ന റോഡായതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡിന് കുറച്ച് വീതി കൂടുതലാണ്. ഇത് മോങ്ങ എന്ന് പറയുന്ന ടൗണാണ്. ശരിക്ക് മോങ്ങം വെള്ളാമ്പ്രന്നോ അങ്ങനെയാണ് അറിയപ്പെടാന്ന് നോക്കി തോന്നുന്നു. രണ്ടും അടുത്തടുത്ത് തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. പഴയ ബിൽഡിംഗ് ഒക്കെ ആക്കണം. പഴയ ബിൽഡിങ്ങാണ് ആ റൈറ്റ് സൈഡിൽ കണ്ടത്. അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം നല്ല ടൗണാണ്. ഓട്ടോ സ്റ്റാൻഡ് ഇപ്പൊ തന്നെ വലുതായിട്ടല്ലോ. ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഇപ്പൊ തന്നെ വലുതായിട്ട്. നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേ 966 അതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ 4 വരിപ്പാതയാക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ഇവിടെ. ഇനി ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ കഴിഞ്ഞാല് നമ്മൾക്ക് ഒരു സർക്കിൾ ഉണ്ട്. അവിടുന്ന് സ്ട്രൈറ്റ് പോകണം. അതെത്തട്ടെ. ഈ സ്ഥലത്തിന്റെ പേരാണ് മുസ്ലിയാരങ്ങാടി. മുസ്ലിയാരങ്ങാടി
കൊള്ളാല്ലേ, നല്ല പാകത്തിന് ടൗണാണ്. നമ്മുടെ ചെറുകോട് നടുവത്ത് ആ റേഞ്ചിലൊക്കെ ടൗണാണ്. കൊണ്ടോട്ടിയിലാണ് അപ്പൊ നമ്മളുടെ കളി. കൊണ്ടോട്ടി എത്തിയിരിക്കുകയാണ്. കൊണ്ടോട്ടിയിൽ പിന്നെ റോഡ് അടിപൊളിയാണ്. അയ്യോ വൺവേ വൺവേല് കൊണ്ടുപോയാണല്ലോ. പോട്ടെ, ആൾക്കുണ്ടാവും. ഇപ്പൊ കൊണ്ടോട്ടി ടൗണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ആളുകളുടെ നടമാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് അങ്ങനെ മണിയെ പോവാട്ടോ. ഇവിടുന്ന് ഇടത്തേക്ക് പോയിട്ട് അങ്ങനെ മണിയെ പോവാം. അതിലൊരു ഗ്യാപ്പ് ഇട്ട് ശരി, ഞാൻ അതുവഴി പോകുന്നില്ല, ഞാൻ നേരെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ എയർപോർട്ട് ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് റൈറ്റ് നേരെ വിട്ട് കഴിഞ്ഞാൽ അങ്ങ് കോഴിക്കോട് പോവാം. നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് നേരെ തിരിയും എയർപോർട്ടിലേക്ക്. അപ്പൊ അങ്ങനെ എയർപോർട്ട് റോഡ് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല. നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും എന്ന് ചോദിച്ചാല് 2 കിലോമീറ്റർ മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളിവിടെ ഒരു 3 മിനിറ്റ് കൊണ്ടോ 4 മിനിറ്റ് കൊണ്ടോ നമ്മളെത്തും. 4 മിനിറ്റ് മതി. അപ്പൊ നമ്മള് ഇവിടെ ഒരു 6:45 എത്തി തന്നെ പറയാം. 6:45 സമയം, അതായത് 6:43 ആയിട്ടുള്ളൂ. നമ്മളിപ്പോ കയറി പോകണില്ല, നമ്മൾ എയർപോർട്ടിക്കാട് പോകണില്ല. അപ്പൊ വരക്കോടെ ഉണ്ടോ വണ്ടി സൈഡാക്കിയിട്ട് 2 ഭാഗത്ത് അതേപോലെ നമ്മൾക്കും തന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ട് നമ്മളവിടെ ഇടയിലൊക്കെ സൈഡാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. അവർ വിളിക്കുമ്പോ പോവാം. ഇത് ഞാൻ പറഞ്ഞത് നമ്മളറിയുന്ന, ഞാൻ നേരിട്ട് ബന്ധമുള്ള ഒരാളല്ല നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. നേരിട്ട് ബന്ധമുള്ള ഒരാളല്ല നമ്മൾ പോകുന്നത്. നമ്മളുടെ ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിലെ ഒരു മെമ്പറെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്തിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ വീഡിയോ കണ്ടിട്ട് നമുക്കൊരു എയർപോർട്ട് ട്രിപ്പ് വരെ കിട്ടി എന്നുള്ളതാണ് വീഡിയോ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം. നമുക്ക് ഇനി ഇവിടെ എവിടെയെങ്കിലൊക്കെ നാട്ട് പതുക്കാം. അവിടെ ഈ കാറിന്റെ ബൈക്കിന്റെ ബാക്കിലൊക്കെ പതുക്കാം. 7:52 ഈ നേരം വരെ ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. കുഴപ്പമില്ല, അവരെന്നോട് 7:00 എത്താനാ പറഞ്ഞത്. ഞാൻ കുറച്ച് നേരത്തെ എത്തിയെന്നുള്ളൂ. കാരണം ഞാൻ എത്താത്ത കാരണത്താൽ വഴി കരുത് നേരിടും. അങ്ങനെയെങ്കിൽ ഞാൻ എയർപോർട്ടിനകത്തേക്ക് പോവുക. ആഭ്യന്തര പുറപ്പെടൽ മോനെ കഴിച്ച ഇവിടെ നമുക്ക് മാങ്ങ വിടുന്നത് മാങ്ങന്നുള്ള. ഹലോ, റോട്ടിൽ വന്നാൽ മതി കേട്ടോ. അങ്ങനെ അന്താരാഷ്ട്ര പുറപ്പെടൽ ഇവിടെ നിന്നാണ് പോലെ ചെയ്യാം. എയർപോർട്ട് കണ്ടില്ലാരാണ്, അതിലെ തന്നെ കറങ്ങേണ്ടി വരും. എവിടെ നിൽക്കുന്നത് അറിയില്ലല്ലോ. ആളെ കാണിക്കാനൊന്നും പറ്റൂല. ആൾക്ക് ചിലപ്പോ വീഡിയോ എടുക്കാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. എന്റെ പൊന്നു ചെങ്ങന്മാരെ, എന്റെ മുത്തുമണികളെ, നമ്മളപ്പോൾ എയർപോർട്ടിൽ നിന്നും നാട്ടിലെത്തിയിരിക്കുവാണ്. ഇപ്പോൾ ഉള്ളത് കൂറ്റമ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. കൂറ്റമ്പാറ എന്ന് പറയുമ്പോൾ വണ്ടൂരിൽ നിന്ന് പൂക്കോട്ടുംപാടത്ത് നിന്ന് നിലമ്പൂരിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലുള്ളൊരു സ്ഥലമാണ്, ഒരു ടൗണാണ് കൂറ്റമ്പാറ എന്ന് പറയുന്നത്. അപ്പൊ കൂറ്റമ്പാറയിലേക്കായിരുന്നു എനിക്ക് ആളെ കൊണ്ടുവിടാണ്ടായിരുന്നത്. ഇതെങ്ങനെ സംഭവം ചോദിച്ചാല്, നമ്മളുടെ വീഡിയോ കാണുന്ന ഒരു ഇക്കയുണ്ട്, ഫാസിൽ എന്നാണ് പേര്. അപ്പോ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിനെയാണ് ഞാനിപ്പോ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്. നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ ഓട്ടമില്ല എന്ന് പറയുന്നത് കൊണ്ടാവാം അവര് ഒരു എയർപോർട്ട് എനിക്ക് തന്നത്. ഏതായാലും ഇതൊരു 1400 രൂപയോളം വരുന്ന ഒരു ട്രിപ്പായിരുന്നു. 1400 രൂപ അദ്ദേഹം എനിക്ക് തരുണ്ടായി. അതായത് ഇപ്പൊ സമയം എന്ന് പറയുന്നത് എത്രയായി? സമയം 9:52.
രാവിലെ 5:45 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. 5:45, 6:45, 7:30, 8:30, 9:30, 4 മണിക്കൂർ കൊണ്ട് 4 മണിക്കൂറാണ് നമുക്ക് മൊത്തത്തിൽ ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് വന്നത്. പക്ഷേങ്കിൽ ഞാനിപ്പോഴും വീട്ടിലേക്ക് എത്തിയില്ലല്ലോ, നാട്ടിലേക്ക് എത്തിയില്ല, വണ്ടൂർ എത്തിയില്ല. വണ്ടൂർക്ക് എനിക്ക് കുറച്ചും കൂടി ദൂരമുണ്ട്. ഇവിടെ നിന്നൊരു 10 കിലോമീറ്ററോളം ഉണ്ടാവും വണ്ടൂർക്ക്. കാരണം 5-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എനിക്ക് തിരിഞ്ഞു പോകണം, വണ്ടൂർ റോട്ടിന് കയറണം. ഞാനിപ്പോൾ പൂക്കോട്ടുംപാടം കാളികാവ് പോകുന്ന റോട്ടിലാണ്. ഈ റോഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് പൂക്കോട്ടുംപാടം വരും, അത് കഴിഞ്ഞിട്ട് പിന്നെ ചോക്കാട് എന്ന് പറഞ്ഞ സ്ഥലം വരാണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ കാളികാവ്, അങ്ങനെ പോകുന്ന റോഡാണ്. അത് മലയോര ഹൈവേ ആണ്. ഏതായാലും എന്താ പറയാ, ഈ പറഞ്ഞ ട്രിപ്പ് ഫാസിലിക്ക താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്. രാവിലെ തന്നെ നമുക്കൊരു കൂലി കിട്ടിയേക്കാണ്. ഇന്നത്തെ കൂലി കിട്ടി. ഇന്നിപ്പോ ഇനി വേണമെങ്കിൽ ചൂണ്ടയുടെ പോവാം, അതിലെതിരെ പോതില്ല, ഇത് വേണമെങ്കിൽ പോവാം. പക്ഷെങ്കിൽ ഞാൻ എവിടേക്കും പോകുന്നില്ല, ഞാൻ ഓടണം തന്നെയാണ് കയറുന്നത്. നമുക്ക് രണ്ട് തേക്കാൻ പറ്റും നോക്കാം. പിന്നെന്താ പറയാ, ഫാസിൽക്ക ആര്യക്ക് കുറച്ച് മിഠായി, കുറച്ചെന്ന് പറഞ്ഞാൽ അത്യാവശ്യം തോന്നുന്നുണ്ട്. ഇത്രയും മിഠായി തന്നെയല്ലേ. ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതെന്താന്നുള്ള നമുക്ക് ആര്യക്ക് എന്തായാലും സ്കൂളിൽ പോയിട്ടുണ്ടാവും തോന്നുന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടുന്ന് നമ്മൾ കൊണ്ടുവന്ന് വിട്ട ആളുടെ പേര് അഖിൽ എന്നാണ്. അമരമ്പലം പാലം വരുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് വെള്ളത്തിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. വെള്ളം നല്ല തെളിയുണ്ട് കേട്ടോ, നല്ല തെളിഞ്ഞ വെള്ളമാണ്. അടിപൊളി അല്ലേ, തെളിഞ്ഞ കൊള്ളാം. അപ്പം നമ്മൾ വീട്ടിലേക്ക് എത്തിക്കണം. വീട്ടിലേക്ക് എത്തിയിട്ട് ഇനി വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകണം. ഇതിൽ വെള്ളം ഉണ്ടോ അറിയില്ല, വെള്ളം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ കഴുകൽ. ആകെ തോരട്ടേക്കാണ് മുന്നിൽ കൂടെ, വെയിലൊന്നും കിട്ടിയതല്ലേ. അപ്പം നമുക്ക് ഫാസിൽക്ക തന്നതാണ്. എടേ കുട്ടി സുഖമല്ലേ? ഇതെന്താ കൊടുക്ക? ഓക്കെ, ആർക്ക് ഏതായാലും തിരക്കിടില്ല. ആടാ അതിന് കോട്ട അവള് വന്നിട്ട് ഇട്ട് കാണിക്കാട്ടോ. പിന്നെ അതാ ചെയ്യുമ്പോൾ വാച്ചോ മൈ ഗോഡ്, ഇത് മിഠായിയാണ് അല്ലേ? സ്പെഷ്യൽ മിഠായി, പിസ്ത അല്ലേ? അപ്പോൾ ഇതാണ് ഫാസിൽക്കാൻ്റെ പഴയ കിട്ടിയത്. എന്താ, താങ്ക് യു. ആര് പോയാണ്, ഞാൻ തന്നെ വണ്ടി ഒന്ന് കഴുകി ഒന്ന് ഫ്രഷായിട്ട് ഞാനും പോവും. ഇപ്പോൾ സമയം 10:30 വീട്ടിലേക്ക് എത്തിയപ്പോൾ വാണിയമ്പലത്തിൽ കയറ്റുള്ളത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വാച്ചതും പൊട്ടിച്ചാൽ ഇപ്പം തന്നെ അതിൻ്റെ അവിടെ പോരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് പറ്റണോട്ടെ കുടിച്ചാൽ ഞാനോ ഇതൊന്ന് കണ്ണിയൊക്കെ കഴിക്കേണ്ടി വരും കേട്ടോ. ഇത്ര വണ്ണം എൻ്റെ കയ്യിലില്ല, ഇത്രയും ലൂസാണെങ്കിൽ 2 കണ്ണി കഴിച്ചാൽ ക്ലിയർ ആവും. താങ്ക് യു. വാച്ചല്ലെങ്കിൽ ഇതിൻ്റെ മറ്റേ വാച്ചിന് നാസായി തുടങ്ങിയിരിക്കണേ. ചില നേരത്തെ സമയമൊക്കെ തെറ്റേക്കാട്ടെ, ആൾക്കാർ സമയത്തായി മൊബൈലിലേക്ക് പറയാം. ചങ്ങാരപ്പം ഞാൻ പണിക്കിറങ്ങും. ഈ വാച്ച് കെട്ടിയിട്ടുണ്ട്, ഇങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് റെഡിയാക്കാം. ഇപ്പം തന്നെ കയ്യുമ്മിട്ടില്ലല്ലോ, മറന്നു പോകും. മറക്കാൻ വേണ്ടി പാടില്ല, ഇങ്ങനെ ഉഷാറാക്കണേ. പൊറോട്ടൊക്കെ എടുത്തോ? ഞാൻ പോട്ടെ. എന്ത് മുട്ടയോ? അതെ, ഇത് കാട്ടണ ഒരു തോർത്തുണ്ട് ആട്ടി ഉണങ്ങിയത് ഉണ്ടോ? അതോ ആ നീല പച്ച വേണ്ട, നീല വലുതല്ലേ? മതി. ഈ നേരം വരെ ഇല്ല. ഞാൻ ചെറുതായിട്ട് വണ്ടിയുടെ ഗ്ലാസ് കാര്യങ്ങൾ സൈഡൊക്കെ ഒന്ന് കഴുകിട്ടോ. ഞാൻ സ്റ്റാൻഡിൽ സൈഡൊക്കെ ഒന്ന് കഴുകി. ഇപ്പം തന്നെ ഈ സൈഡിൽ
കത്തിട്ടുള്ള ഇപ്പം നനയും ഓക്കെ സേഫാണ് പോയിട്ടാ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇറങ്ങാതെ എന്താ പറയാ ഉച്ചവരെ ലീവ് എടുത്തിട്ട് ഒക്കെ പോയാൽ മതി. കാരണം നമ്മളിപ്പോ സാധാരണ നമ്മൾ വൈകുന്നേരം വരെ ഓടുന്ന പൈസക്ക് നമ്മൾ ഈ നേരം വരെ ഓടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാത്ത എന്താ പറയുക, ഇതൊന്നും എന്നുമില്ല. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 2 ദിവസത്തെ അവസ്ഥ എന്താ, കഴിഞ്ഞ 2 ദിവസത്തെ അവസ്ഥ വണ്ടിന്റെ ഹോണൊന്ന് റെഡിയാക്കാം. ചില ടൈമിൽ അടിച്ചിട്ട് കിട്ടണില്ല. കഴിഞ്ഞ 2 ദിവസം നമ്മളാകെ പൊളിഞ്ഞ ദിവസമായിരുന്നു. അപ്പൊ അത്തരം ദിവസങ്ങൾ നമ്മൾക്ക് കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം ദിവസങ്ങളിൽ നമ്മൾ അത് മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോ എന്തായാലും ഇന്നൊരു 1000 ഉറുപ്പ്യ കൂടി നമ്മളെങ്ങനെ ഓടുകയാണെങ്കിൽ നമ്മൾ പമ്പം ഓട്ടായിട്ടാണ്. ലൈന് കണ്ടിട്ടേ ഇന്നും ഒരു കരിഞ്ഞ ദിവസം തന്നെയാണ്. ഇടയിൽ കാറുകൾ നിർത്തുന്നതുകൊണ്ട് നമുക്ക് അവരോടൊപ്പം ഒന്നും പറയാൻ വയ്യ. കാരണം നമ്മുടെ ലൈൻ അങ്ങനെ ബാക്കിലേക്ക് പോരുമല്ലേ. ഇവിടെ ഒരു കടയുണ്ട്, അതിന്റെ മുമ്പിലാണ് ഞാൻ നിർത്തിയുള്ളത്. അങ്ങനെ നിർത്തുന്നത് എനിക്കിടെ ഒരു വിഷമമാണ്. വിഷമം എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിൽ ഇടുക എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടുന്ന് ഇട്ടിട്ടാണ് നമുക്ക് ഇതൊന്നും എത്തിയിട്ടാണ്. അവർക്ക് ആളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആളുണ്ടാവും, ഞങ്ങൾക്ക് ആളുണ്ടെങ്കിൽ അവർക്ക് ആളുണ്ടാവും. നല്ല മഴയാണ്. ഇവിടെ ഇരുന്നിട്ട് ഇപ്പോൾ ഒരു വണ്ടി പോയിട്ട് നമുക്ക് മുന്നിലേക്ക് വെല്ല അണക്കി പോവാം. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ വാച്ചിൽ നിന്നാണ് 11:30. 11:30 അടിപൊളി. നമ്മളൊരു 15-16 വണ്ടിയായിരിക്കും കേട്ടോ. ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല വാച്ച്, പുതിയ വാച്ച് ഇറങ്ങിയല്ലോ. പുതിയ വാച്ച് ഇത് നമ്മളെ കയ്യിൽ തരൂലേ? എത്രയും വില വില ഒന്ന് അല്ല, ഇത് അങ്ങനല്ല, ഇത് വേറെ സംഭവമാണ്. ഗിഫ്റ്റ് കിട്ടിയ എന്നാ പറയാ വേണ്ട ഓക്കെ അല്ലേ? സമയം നോക്കിക്കോളി. ഫ്രീ ആണല്ലോ, സമയം നോക്കല് ഫ്രീ ആണ്. എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചു നടക്കുകയാണ്. ചെങ്ങന്മാരപ്പൊ സ്റ്റാൻഡിൽ നിന്ന് ആദ്യത്തെ ട്രിപ്പ് കിട്ടിയിരിക്കുവാണ്. ആദ്യത്തെ ട്രിപ്പ് നാട്ടിൽ തന്നെ ആയിരുന്നു, 30 രൂപ. അപ്പൊ സ്റ്റാൻഡിലെ കൈനീട്ടായിട്ടാ. സ്റ്റാൻഡിൽ നിന്നും കൈനീട്ടം തന്ന ഒരു താത്തയാണ്. താത്താന്റെ കൈനീട്ടം രാവിലെ കിട്ടിയാണ്ടല്ലോ എൻ്റെ മക്കളെ. അന്നത്തെ ദിവസം അടിപൊളിയാണ്. നല്ല കൈനീട്ടം പറഞ്ഞാൽ നല്ല കൈനീട്ടാണ്. ഞാൻ പല വട്ടം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ, അതിന് മുമ്പത്തെ വീഡിയോയിൽ എൻ്റെ പേരൊന്ന് പറയോ എന്ന് ചോദിച്ച ഒരാളുണ്ട്. സുൽഫിക്ക് എന്നാണ് തോന്നുന്ന പേര്, അല്ലെങ്കിൽ സുൽഫി. അതിൻ്റെ കൂടെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട്, അതുകൊണ്ട് മനസ്സിലാവാത്തതുകൊണ്ടാണ്. എന്തായാലും ഉക്കാൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗിഫ്റ്റ് അടിപൊളി. ഗിഫ്റ്റിൻ്റെ ആ ഒരു വീഡിയോ അല്ലേ, അതിൻ്റെ കമൻറ്റാണ് ഞാൻ അപ്പം നോക്കുന്നത്. കൈ കടയ്യ എന്താ അറിയില്ല. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട് അല്ലേ? പേരെന്താണ് സംഭവം? അത് ഫാസിൽക്കാന്നാണ്. നമ്മുടെ വീഡിയോ കാണുന്ന തിരൂരാണ് തോന്നുന്നു. തിരൂര് മലപ്പുറംകാരനാണ്. ഏതായാലും മുതലായില്ലേ? ഷെറല്ലേ? ഓക്കെയാണ്, സെറ്റാണ്. ഇതിങ്ങനെ 4 ആൾക്കാരും അഭിപ്രായം കൂടി പറയുമ്പോഴാണ് ദമ്മാകുക. ഈ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. ജോബി എന്ന് പറയുന്ന ഏട്ടൻ ഫ്രം ദുബായിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ പഴയ ഒരു കമൻറ്റാണ്, 5 ദിവസം മുന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ അതൊന്ന് ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കണം കേട്ടോ. ക്ഷമിക്കണം, ഇപ്പോഴാണ് ശ്രദ്ധിക്കണം ഞാൻ. ചെങ്ങൈമാരെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും പള്ളിയിൽ പോകുന്ന ദിവസമാണ്. പള്ളിയിൽ പോകുന്ന ദിവസമായതുകൊണ്ട് ഈ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം നമുക്ക് പള്ളി ട്രിപ്പ് ഉണ്ടാവും. സാധാരണ ഞാൻ നല്ല ഉണ്ടാകും. ആദ്യമൊക്കെ നല്ല ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒരു 12 മണി തൊട്ട് പള്ളി ടൈം വരെ ഞാൻ നിൽക്കാതെ ലോക്കൽ അടിച്ചിരുന്നു. ഇന്നിപ്പോൾ ഒരു ലോക്കലുണ്ട്, നമുക്ക് ഫോൺ ട്രിപ്പാണ്, നമ്മളത് പോയിട്ട് എടുക്കാം. നല്ല റംബുട്ടാനുണ്ട് ഇവിടെ കേട്ടോ. പച്ചയാണ്, പഴുത്തില്ല. പച്ചയാണ്, പഴുത്തിൻ്റെയും പറിക്കുക, പഴുത്തില്ല. റംബുട്ടാൻ ആടമാങ്ങയൊക്കെ ഉണ്ടാവും. ഇവിടേക്കാണ് നമ്മൾ വന്നത്. ഞാനൊരു 3-4 ലോക്കൽ, 3-4 അല്ല 5 ലോക്കൽ എടുത്തു തോന്നുന്നു. 5 ലോക്കലോളം ഞാൻ എടുത്തു. ഒക്കെ പള്ളിയാണ്. പള്ളിയിലേക്ക്
സാധാരണ അവർ വിളിക്കുന്ന, ഇപ്പം അവരെന്നെ കിട്ടാത്തതുകൊണ്ട് വിളിക്കുന്ന വണ്ടികളൊന്നും ഇല്ല തോന്നുന്നു. എന്തായാലും 5 പള്ളി എടുത്തു. ഇനി നമ്മൾ ലൈനിൽ ഇടാം. അപ്പോൾ ഇതിലിപ്പോൾ പകുതിയിലോറ് വണ്ടിക്കാർ പള്ളിയിലേക്ക് പോയിട്ടുണ്ടാവും. ഇത് നമ്മുടെ സ്റ്റാൻഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ആവണം. ഇവിടെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ നോക്കാം. ബാക്കി കാണുന്ന വണ്ടിക്കാരൊക്കെ പള്ളിയിലേക്ക് പോയതാണ്. ഇവിടെ ആകെ ഒരു ഗ്യാപ്പുള്ളത് അവിടെയാണ്. അപ്പം നമ്മൾ ഇവിടെ നല്ല ചാഴ്ച. ഓക്കെ, അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ശ്രദ്ധിക്കണം ഈ നേരത്ത്. മുന്നിൽ വണ്ടി പോയാലേ വണ്ടിയിൽ നാളില്ലാത്തതുകൊണ്ട് തള്ളൂല. അപ്പം നമ്മൾ തന്നെ ശ്രദ്ധിച്ചിരിക്കണം, പുറത്തിറങ്ങിക്കണം. ധനേശേട്ടന് പേടിയുണ്ടോ ചോദിച്ചോ? അവിടെ ധനേശേട്ടൻ പേടിയുണ്ടോ? നമ്മൾ രണ്ടാളേ ഉള്ളൂ. എല്ലാവരും പള്ളിയിൽ പോയി, ബാക്കിയുള്ളവരൊക്കെ ട്രിപ്പും പോയി. ഞങ്ങൾ രണ്ടാളും ഇവിടെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഇത് ധനേശേട്ടന് കിട്ടിയിട്ടോ. പിന്നെ മാന്തിനുള്ള മാന്തിയിട്ട് കാര്യമില്ല, കിട്ടില്ലല്ലേ? എങ്ങനെമാരെ ഒരു 70 രൂപയുടെ ട്രിപ്പ് പോയതായിരുന്നു. അവിടെ ഇടയ്ക്കിൻ്റെ സംസാരിക്കുന്ന സ്റ്റോപ്പ് വന്നിട്ടാണ് ആൾക്കാരെ കണ്ടപ്പോഴേ. ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ട്, എണ്ണ അടിക്കണം നമുക്ക്. എണ്ണ ഒന്നും പഠിക്കണില്ല. കാരണം എന്താ വെച്ചാൽ ഇത്ര 70 രൂപ ട്രിപ്പ് പോരാണ് ഞാൻ. പെട്ടെന്ന് തന്നെ അങ്ങാടിയിലേക്ക് സ്റ്റാൻഡിലേക്ക് എത്താൻ പറ്റിയാൽ നമുക്ക് കുറച്ച് വണ്ടികളുടെ മുമ്പിലേക്ക് എത്താൻ വേണ്ടി പറ്റും. കാരണം അവർ പള്ളി വിരിയണുള്ളൂ, പള്ളി വിരിയണ നേരം ആവണുള്ളൂ. പള്ളി വിരിയുമ്പോഴേക്ക് നമ്മളവിടെ എത്തിയാൽ നമുക്ക് കുറെ ഗ്യാപ്പ് കിട്ടും. കുറച്ചുകൂടി അടുത്തേക്ക് ഒരു 3-4 വണ്ടീൻ്റെ ബാക്കിലിടാൻ വേണ്ടി പറ്റും. എല്ലാരും വന്നു ടൈറ്റാക്കി. പള്ളിക്കാരൊക്കെ അവിടെ കരോട്ട് കയറിക്കണം. വീട്ടിലാണ് എങ്ങനെ ചോറിന് വേണ്ടി വന്നു. എന്ത് മുട്ടല്ല ഉള്ളത് തിന്നാക്കും. മുട്ട മറന്നു. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പീഡിയോ ഒക്കെ അടച്ചുണ്ടാവും. എല്ലാവരും നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ സമയം 1:45 ഈ വാച്ചിലാകുമ്പോൾ ശരിക്കും കാണണ്ടല്ലേ സ്ക്രീനിൽ. അപ്പോൾ ഈ ഒരു നേരം നമ്മളാകെ 11:30, 12:30, 11:30, 12:30, 1:30, 2 മണിക്കൂറാണ് നമ്മളിപ്പോൾ ഓടിയത്. 2 മണിക്കൂർ ഞാൻ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇതെനിക്ക് കിട്ടില്ല. ഇത് 200, 220, 240, 260 റുപ്യക്ക് നമ്മൾ ഓടി കേട്ടോ. അതാ പറഞ്ഞത്. നമ്മളിതിപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ആ 2 മണിക്കൂർ നമ്മൾ ഓടാൻ പോകുന്നില്ല. വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടില്ല. എന്നാൽ വിളമ്പിക്കോ, വിശന്നിട്ട് വയ്യ, ഭയങ്കര വിശപ്പ്. എന്താ അറിയില്ല. മുട്ട അല്ലെങ്കിൽ എന്താ സാമ്പാറുണ്ട്, സോയാബീൻ ഉണ്ട്. മീനില്ലാത്തതുകൊണ്ട് ഇപ്പം മീൻ വരുന്നില്ലല്ലോ, ഭയങ്കര ചോര. മുട്ട വാങ്ങാൻ മറന്നു ചെയ്ത് രാത്രി വാങ്ങി. അപ്പോൾ കഴിക്കഴിഞ്ഞ് ഞാൻ ഇറങ്ങണം. ഇറങ്ങുന്ന സമയം 2:20. 1:30 എത്തിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങുന്നത്. 2:20, 10 മിനിറ്റ് ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ പോയി നോക്കാം എന്താണ് ഉച്ചയ്ക്ക് ശേഷമുള്ള അവസ്ഥ എന്നുള്ളത്. ചെങ്ങന്മാരെ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് ഒരു അറിയാവുന്ന ഒരു ട്രിപ്പുണ്ട്. ഒരു പൂമൂട് ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ അലയാറുള്ളത്. സ്ഥിരം ട്രിപ്പ് ആക്കണം എന്നൊക്കെ നമ്മൾ കരുതിയിരുന്ന ഒരു ട്രിപ്പ്. അപ്പോൾ ആ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് അങ്ങാടിയിൽ നിന്ന് ഒരു ലോക്കൽ അങ്ങാടിയിൽ നിന്നല്ല, അതിന് വേണ്ടി ഇറങ്ങിയ സമയത്ത് ലോക്കൽ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇത് ശരിക്ക് 10 റുപ്യ മടക്കത്തിൽ കൂട്ടാനേ പറ്റുള്ളൂ. അതില്ല ഇങ്ങനെ വരാം. അതിപ്പോ ബസ്സിനെ പോക്കുക, അല്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും ഒരു വണ്ടി ഷൂട്ടായി കിട്ടിയേക്കും കുട്ടിനെ കൊണ്ടുവിടാൻ. അല്ലെങ്കിൽ ഇപ്പൊ വേറെ ട്രിപ്പ് കിട്ടിയിട്ട് നമുക്ക് വേറെ ട്രിപ്പ് കിട്ടി എന്നുള്ളതാണ് പറ്റിയത്. അത് നന്നായിട്ടുണ്ടായിരുന്നു. നനച്ച ട്രിപ്പ് കിട്ടിയില്ല. അപ്പോ കിട്ടിയ ട്രിപ്പ് പോയി. അത് 30 ട്രിപ്പ് ആയിരുന്നു കേട്ടോ. എന്നാലും ഓക്കെ, മതി, ഹാപ്പി. ഞാൻ 1-2 ട്രിപ്പ് കിട്ടു. ഒരു 100-300 രൂപയുടെ ഡീസൽ കയറ്റണം. വണ്ടിയിൽ ഡീസലില്ല. ഒരു 300 രൂപയുടെ ഡീസൽ അടിക്കാം. ഞാൻ ഫുൾ ടാങ്ക് അടിക്കലില്ല. ഞാൻ ഫുൾ ടാങ്ക് അടിച്ചിരുന്ന ആളാണ്. ഫുൾ ടാങ്ക് അടിച്ചിട്ട് മേലെ കൂടെ ടോപ്പ് കൂടെ ലീക്കായിട്ട് വരിക. അതുപോലെ തന്നെ ഇവർക്ക് അതിൻ്റെ കൺട്രോൾ കിട്ടണുള്ള പറഞ്ഞാൽ ഫുള്ളായിട്ട് ടാങ്കിൽ നിന്ന് ചിന്തി പോരാ. അടിക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനത് നിർത്തിയത്. ചെങ്ങന്മാർ ട്രിപ്പ് പോകണ്ട. നമ്മളാ കേബിൾ പിന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഒരു വീട്ടിലേക്ക് പോകണം. കേബിള് ഞാൻ വർക്ക്ഷോപ്പിൽ വിളിച്ചിട്ടുണ്ട്, ചെക്കന്മാരോട് വരാൻ പറഞ്ഞുണ്ട്. പനി ഉണ്ടോ ക്ലച്ച് ലൂസായി. ഇന്നിപ്പോൾ കോഴിക്കോട്ട് പോയപ്പോഴൊന്നും സംഭവിക്കാൻ നല്ല കാര്യം. ഈ ഒരു സാധനം ലൂസായി പോകുന്നതാണ്. ലൂസായതാണ് സംഭവിച്ചത്. ക്ലച്ചില്ല. ഇപ്പം
എത്ര കണ്ട് ദിവസം എന്താ ചെയ്യുക. ഞാൻ എങ്ങനെയെങ്കിലൊക്കെ കിട്ടുമെന്ന് കരുതി അങ്ങാടിക്ക് എത്തുന്ന കരുതി, പക്ഷേ എത്തിയില്ല. ഞാൻ അവർ വരട്ടെ. വണ്ടി അവിടെ വീട്ടിലാണ്, ഞങ്ങൾ നടന്നു പോകുന്നതാ. ഇനി അവർ വരുമ്പോൾ അവർക്ക് ഇതൊക്കെയാണ് നമ്മളുടെ ഗ്രാമം മക്കളെ, നമ്മളുടെ നാട്. കരക്കാപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം, അത് കരക്കാപ്പറമ്പ്. ഞാനാ പറഞ്ഞ പ്രശ്നമല്ല, അത് പൊട്ടിയതാണ്. കേബിൾ എന്താ വലിയ ദമ്മില്ലാത്തതുകൊണ്ട് പൊട്ടിയതാണ്. പുതിയ കേബിൾ കുറച്ചും കൂടി കണ്ണുള്ളതാണ്. കേബിൾ തന്നെ ഇടണുള്ളൂ, ശരിക്കും ഔട്ടർ സെറ്റ് കേബിളൊക്കെ മാറ്റണുള്ള കേബിൾ തന്നെ. ചങ്ങന്മാരെ ഒരു വിധത്തിൽ നമ്മളുടെ കേബിൾ മാറ്റി പോയിക്കൊണ്ടിരിക്കുവാണ്. സമയം 4:35, 4:25. ഓൻ തന്നെയാണ് മുന്നിൽ പോകണം നമ്മുടെ വർക്ക്ഷോപ്പിലെ. ഇവിടെ അയൽവാസിയാണ്, വീട്ടിൻ്റെ തൊട്ടപ്പുറത്തിൻ്റെ എല്ലാം. ഇപ്പോൾ 160 രൂപയായി ഇപ്പോൾ ഇതിന് ചിലവ്. ഇങ്ങനെ അവർ വന്ന്, അതായത് വർക്ക്ഷോപ്പിൽ നമ്മൾ കൊണ്ടുപോകാതെ അവർ ലൈനിൽ വന്ന് ചെയ്ത് തരുന്നതിന് 100 രൂപ അവർ ചാർജ് വാങ്ങും. കേബിൾ മാറ്റുന്നതിന് കേബിളിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം. അങ്ങനെ മൊത്തം 160 രൂപ. എന്നാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ രാവിലെ അപ്പം ഇങ്ങനെ ആലോചിച്ച, രാവിലെ ഇപ്പോൾ എയർപോർട്ടൊക്കെ പോയ നേരത്താണ് അത് പോട്ടുണ്ടെങ്കിൽ എന്തിനും നാക്കും. എന്തായാലും സ്റ്റാൻഡിൽ കാണും. ഒരു 70 രൂപയുടെ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ 70 രൂപയുടെ ട്രിപ്പ് പോകുന്നു, 160 രൂപ ചിലവാക്കി. ചെങ്ങന്മാരെ സമയം എന്ന് പറയണത് 5:45. ഒരു ഹോസ്പിറ്റലാണ്, ഞങ്ങളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, താലൂക്ക് ആശുപത്രിയാണ്. അപ്പോൾ ഇവിടെ ആയിരുന്നു ഞാൻ അഡ്മിറ്റ് ആയൊക്കെ അറിഞ്ഞത്. ഒരിക്കലും ലോക്കിൽ കിട്ടിയതാണ്, മുന്നിലിരുന്നിട്ട് കിട്ടിയതാണത്. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കാം, നമ്മൾക്ക് ഇന്ന് ആ ഒരു ട്രിപ്പ് ഇല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥ വളരെ മോശം തന്നെയാണെന്നുള്ളത്. ബാക്കിയുള്ളവരൊക്കെ തന്നെ പറയണ്ടല്ലോ, മോശമാണ്. എന്തൊക്കെ ചെയ്യാനൊന്നും കഴിയില്ല. അപ്പൊ ഞാൻ അങ്ങടിയിലേക്ക് തന്നെ 5:45. അതായത് അവിടെ നിന്ന് തിരിച്ചു പോകുന്നപ്പോഴേ 2 ചെക്കന്മാര് കൈ കാട്ടിയിട്ട് ഇവിടെ സാധനം ഉണ്ട് കാണട്ടോ, ശ്രദ്ധിക്കാം, കുറച്ച് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാധനം കാട് വെട്ടുന്ന മെഷീനാണ്. അപ്പൊ അതൊന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് കൊണ്ടു കൊടുക്കാനാണ്. അതേതായാലും നന്നായി. ഒരു 50-60 വാങ്ങണം. എത്ര വരിക അറിയില്ല. അങ്ങാടിയിൽ നിന്ന് പോകുമ്പോൾ 50 റുപ്യാണ് ആ ഭാഗത്തേക്ക് ഉണ്ടാവല്. നോക്കാം. ചെങ്ങന്മാരെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സമയം 7 മണി ആയിട്ടുണ്ട്. ഈ 7 മണി നേരത്തെ ഞാനൊരു ലോക്കിൽ പോകുന്നതാണ്. അങ്ങാടിയിൽ നിന്നും ഒരു 30 രൂപ പോയിന്റിലേക്ക് വന്നതായിരുന്നു. ചെങ്ങന്മാരെ ഈടാണ്. എനിക്ക് സ്റ്റാൻഡിൽ നിന്ന് ഒരു ലക്ക് കിട്ടി. 3 ഭായിമാർ വന്നിട്ട് ഒരു 9 കിലോമീറ്റർ പോയിന്റിലേക്ക് കൊണ്ടുവിട്ട് തരുമോ എന്ന് ചോദിച്ചു. അതിന് സ്ഥലത്തിന് പേരുണ്ട്, ചേരിപ്പറമ്പ് എന്നാണ് സ്ഥലത്തിന്റെ പേര്. യെസ്, അഫ്കോഴ്സ് ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു. അവരെ കയറ്റി ഒരു 200 രൂപ പോയിന്റിലേക്ക് അവരെ കൊണ്ടുവന്ന് വിട്ടു. ഞാൻ വിജയാഹ്ലാദനായിട്ട് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ ഈ കാണുന്നത്. എൻ്റെ മാന്യപ്രേക്ഷകരെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷവാനായിട്ട് ഞാൻ തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ്. അത് 7:50 നമ്മുടെ സ്ഥിരം ട്രിപ്പ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ട് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൊന്ന് പറയുക. മുഹമ്മദ് ബഷീർ, ഹായ്, ഓക്കെ അല്ലേ? എന്താ പറയുക വെച്ചാൽ, ഞാൻ 8:30 ആകുമ്പോഴേക്ക് വീട്ടിൽ പോകണം. കറി വെക്കാനും കുറച്ച് മുട്ടയൊക്കെ കിട്ടണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. എന്തായാലും 8:30 വരെ ഇരിക്കുന്നുണ്ട്. അത് വേണ്ടി ഞാൻ വീട്ടിൽ കൂട്ടുമോ. എന്താണ് മുട്ടായി തിന്നില്ലേ? ഇന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന മുട്ടായി കിട്ടിയില്ലേ? ഗൾഫിൽ നിന്ന് മുട്ടായി കൊണ്ടുവന്നേന്ന് കണ്ടോ മുട്ടയൊക്കെ. ആ മുട്ടയാണ്, അതിലൊന്നുമില്ല. എന്നാ മുട്ടായി വാങ്ങിയില്ല. എന്താ പറയുക, അതിൽ വേറെ സാധനം നോക്കാം. ഇത് നോക്കാം, അതെനിക്ക് പാകം ഇട്ടോക്കാം. ഓക്കെ തണുപ്പാണ് പറ, അതൊന്ന് ഇട്ട് കൊടുത്താ. തണുപ്പത്തിയാണ്, തണുക്കുണ്ട്. അപ്പോൾ അമ്മ ഈ എന്താ പറയുക, തണുപ്പിനുള്ള എന്തെങ്കിലും ജാക്കറ്റ് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അവിടെ ചെറുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഓടിയ കഥ പറയുകയാണെങ്കിൽ ഇതാണിപ്പോൾ. നോക്കട്ടെ, ഓക്കെ അല്ലേ? ആകല്ലേ? ഇനി തണുക്കൂലല്ലോ? ഇപ്പം തണുക്കണല്ലോ, ഇടുമ്പോൾ ചൂടല്ലേ? അച്ഛമ്മ കാണിച്ചു കൊടുത്താ. 740 740 1400 രാവിലത്തെ. അങ്ങനെയെങ്കിൽ നമ്മൾ
2140 നമ്മളൊന്ന് ഓടി. ഭയങ്കര ഓട്ടം, പൊരിഞ്ഞോട്ടം ഓടി അല്ലേ? അതാണ് പറയണത്. ചില ദിവസം ഇപ്പോൾ ഇന്ന് ഞാൻ ഇറങ്ങാതെ നിൽക്കണമെങ്കിൽ പോയില്ലേ, അറിയണോള് പോയി ഡ്രസ്സ് ഇടണം. ആ ഡ്രസ്സ് നമ്മളെടുത്തിട്ട് ഇതുവരെ കിട്ടിയില്ലല്ലേ ഇങ്ങനത്തെ ഒരു അല്ലേ? നോക്കട്ടെ, ഇങ്ങോട്ട് വന്നാ ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്, ഫുള്ളായിട്ട് നോക്കട്ടെ. പൈസ കിടക്കും. കൊള്ളാം. അവിടെ നിന്നോട്ടെ. ഞാമല കള്ളി അതവിടെ പാറിക്കോട്ടെ. ഇങ്ങോട്ട് നോക്ക്, ഒന്ന് കാണട്ടെ. ശരിക്കും നിക്ക്. കുറവാട്ടി നിക്ക. അതെന്താ ഫോട്ടോ? അങ്ങനെ തന്നെയാണ് മോഡലാ. ഞാൻ നാളെ ഇതിട്ട് പോയിക്കോട്ടോ. നാളെ സ്കൂളില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. എന്നാൽ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ പിടിച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്തല്ലേ വേണ്ടിട്ട് നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ് പറഞ്ഞാൽ. പിന്നെ ഇതേപോലെ അടുത്തൊക്കെ ആരെല്ലാം ഒക്കെ ഇതേമാതിരി ഗൾഫിൽ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിലേ വിളിക്കാൻ മറക്കണ്ട. നമ്പറെല്ലാം അടുത്തില്ലേ അല്ലേ?